മലയാളികൾ ഒരുപാട് ആദരവോടെ കണ്ട ഒരു വലിയ വ്യക്തിത്വം വി.എസ്. അച്യുതാനന്ദൻ. ഒരുപാട് പേരുടെ ആരാധനാപാത്രമായിട്ടുള്ള സഖാവ്. അദ്ദേഹത്തിൻ്റെ വിയോഗവും ഈ കഴിഞ്ഞ വർഷമായിരുന്നു. വി.എസ്. ഒരുപാട് കാലം അദ്ദേഹത്തിൻ്റെ പുന്നപ്ര വയലാർ എന്ന് പറഞ്ഞ ആ വലിയ നാട്ടിൽ നിന്നായിരുന്നു കേരളമൊട്ടാകെ ഇന്ത്യയൊട്ടാകെ പടർന്നു പിടിച്ചത്. ഒരു വാരനാട്ടുകാരനായ ചേർത്തലക്കാരനായിട്ടുള്ള സുനീഷ് വാരനാട് വി.എസ്. വലിയ വികാരമായിരുന്ന ആ ഒരു നാട്ടിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ അദ്ദേഹത്തെ എങ്ങനെ ഓർത്തെടുക്കുന്നു? അദ്ദേഹത്തെ അനുകരിക്കുന്ന ഒരാൾ കൂടിയാണ്. വി.എസിനെ ഞാൻ അത്യാവശ്യം നന്നായി അനുകരിക്കുന്ന ഒരാളായിരുന്നു. അപ്പം എല്ലാ മിമിക്രി ആർട്ടിസ്റ്റുകളും ചെയ്യുന്നതിനേക്കാൾ അല്ലെങ്കിൽ അദ്ദേഹം ചിലപ്പോൾ ഒരേ ഡയലോഗുകളാണ് മിമിക്രി ആർട്ടിസ്റ്റുകൾ പറയുക. ഞാൻ എങ്ങനെ, പക്ഷെ ഞാൻ കുറച്ചുകൂടി അദ്ദേഹം അവതരിപ്പിക്കുന്ന പ്രസംഗങ്ങൾ വാച്ച് ചെയ്തിട്ട് അദ്ദേഹം പ്രസംഗിക്കുന്നത് എങ്ങനെയാണോ അങ്ങനെ ഞാൻ അവതരിപ്പിക്കാറുണ്ട്. അപ്പം ഞാൻ എൻ്റെ അടുക്ക് ഇപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ 1 മണിക്കൂർ വി.എസിനെ പോലെ സംസാരിക്കാൻ ഞാൻ സംസാരിക്കും. അങ്ങനെ ഞാൻ സ്റ്റേജുകളിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ അത്യാവശ്യം എൻ്റെ ഇപ്പോഴൊരു സോഷ്യൽ മീഡിയ കാലഘട്ടമല്ല, അതിന് മുമ്പുള്ള കാലഘട്ടങ്ങളിൽ സ്റ്റേജിൽ നന്നായി വി.എസിനെ അനുകരിക്കുമായിരുന്നു. അങ്ങനെ ഒരു സമയത്ത് അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഞാൻ അങ്ങനെ തന്നെ പറയാം. പുള്ളി പറഞ്ഞതായിട്ട് നമുക്ക് തമാശയായിട്ട് പറയുകയാണ്, അദ്ദേഹം പറഞ്ഞു എന്ന് ഞാൻ പറയില്ല ഒരിക്കലും. ഞാൻ അതിൻ്റെ ഒരു സറ്റയറിക്കൽ വേർഷനാണ് പറയുന്നത്. ക്രിസ്ത്യാനികൾക്ക് ക്രിസ്ത്യൻ പള്ളി, മുസ്ലിങ്ങൾക്ക് മുസ്ലിം പള്ളി. അപ്പോൾ ആളുകൾ ചോദിച്ചു, ഹിന്ദുക്കൾക്കൊരു പള്ളി വേണ്ടേ എന്ന്. ആ സമയത്ത് തന്നെ ഹിന്ദുക്കൾക്കായി ഒരു പള്ളി വന്നു, വെള്ളാപ്പള്ളി. അപ്പോൾ ഇത് തിയേറ്ററിൽ അല്ലെങ്കിൽ നമ്മൾ സ്റ്റേജിൽ അവതരിപ്പിക്കുന്ന നല്ല ഐഡിയ കിട്ടും. ഞാനിത് എവിടെ ഒരു പ്രോഗ്രാം സ്ഥലത്ത് വി.എസ്. വരുന്നൊരു ഫംഗ്ഷനിൽ, അപ്പോൾ അദ്ദേഹം വരാൻ ഇത്തിരി വൈകിയപ്പോൾ ഞാനിത് അവതരിപ്പിച്ചു. അങ്ങനെ വി.എസിനെ അവതരിപ്പിച്ച് ഇങ്ങനെ നല്ല കൈയടിച്ച് ആൾക്കാരിങ്ങനെ വന്നു കഴിഞ്ഞിട്ട് വി.എസ്. വന്നിങ്ങനെ, അപ്പം ഞാൻ അവതരിപ്പിച്ച് കഴിഞ്ഞു. അപ്പം പുള്ളി അദ്ദേഹം ഇങ്ങനെ കാണിച്ചു. അപ്പം ഞാൻ പറഞ്ഞ പോലെ ഇതെല്ലാം കൂടി ഒരേ സമയത്ത് നടക്കുവാണ്. വി.എസ്. വരുന്നു, ഞാൻ വി.എസിനെ ഇമിറ്റേറ്റ് ചെയ്യുന്നു, ആൾക്കാർ കൈയടിക്കുന്നു, ഞാനങ്ങനെ വി.എസിൻ്റെ പല കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ വി.എസ്. ഇങ്ങനെ വന്നു, പിന്നെ പുള്ളി ഇങ്ങനെ, അപ്പം ഞാൻ സംഘാടക നൃത്തമായത് പുള്ളി വരാൻ വേണ്ടിയാണല്ലോ നമ്മൾ നിൽക്കുന്നത്. അപ്പം സംഘാടകർ നിർത്താൻ പറയുമോ എന്നുള്ളത് പുള്ളി ഇങ്ങനെ അപ്പോൾ ഫ്രണ്ടിലേക്ക് വന്നിങ്ങനെ പുള്ളി ഇരിക്കുവാണ്. അപ്പം എനിക്കാണെങ്കിൽ ടെൻഷനും ഉണ്ട്. അപ്പം ഞാൻ ഈ വി.എസിനെ അവതരിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ എ.കെ. ആൻ്റണി, ഉമ്മൻചാണ്ടി, അങ്ങനെ ഞാൻ വേറെ പൊളിറ്റിക്കൽ ബാക്കി ആൾക്കാരെ അവതരിപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ പരിപാടി തന്നു, എല്ലാവർക്കും നമസ്കാരം എന്ന് പറഞ്ഞ് പറയുമ്പോൾ വി.എസ്. ഇങ്ങനെ സ്റ്റേജിലേക്ക് കയറി വരുവാണ്. പുള്ളിയാണ് ഉദ്ഘാടനം. പുള്ളി അന്ന് മുഖ്യമന്ത്രിയാണെന്ന് എൻ്റെ ഓർമ്മ. അപ്പം സഖാവേ എങ്ങനെയുണ്ട് പരിപാടി? ഇപ്പോൾ പുള്ളി, നിനക്ക് കാശ് കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞുണ്ട്. ആയിക്കോ, നിന്നെപ്പോലെ കുറേ എണ്ണമുണ്ടല്ലോ ടി വിയിലൊക്കെ എന്നെ വിറ്റ് ജീവിക്കുന്നവർ. അത്രേ പറഞ്ഞുള്ളൂ. പക്ഷേ അത് പറഞ്ഞതിൽ എനിക്കൊരു ഭയങ്കര കോംപ്ലിമെൻ്റായിട്ടാണ് തോന്നിയത്. അത് നമ്മളെയൊക്കെ അദ്ദേഹം അക്സെപ്റ്റ് ചെയ്യുന്നു എന്ന് പറയുന്നത്. ഞാനിപ്പോൾ അദ്ദേഹം മരിക്കുമ്പോൾ പോലും നമ്മൾ ഒരിക്കലും ഞാൻ അദ്ദേഹത്തെ കളിയൊക്കെ അവതരിപ്പിച്ചിട്ടില്ല. ഞാനിപ്പോൾ ഇതിനൊരു വളരെ ഒരു സ്പെഷ്യൽ സാധനം പറഞ്ഞാൽ, പുള്ളി ഇടയ്ക്കൊരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞൊരു ഭയങ്കര ഒരു കാര്യമുണ്ട്. നമുക്ക് ഭയങ്കര കണ്ണ് നിറയും. അപ്പോൾ ഞാനതിനെ ഇടയ്ക്ക് ഇമിറ്റേറ്റ് ചെയ്യും. വളരെ ചെറിയ ക്രൗഡിലൊക്കെ, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ഒരു വലിയ ക്രൗഡല്ലാതെ ഇത്തരം മിമിക്രിയുടെ ചെറിയ സൂക്ഷ്മാംശങ്ങൾ മനസ്സിലാക്കുന്ന ചില ക്രൗഡിൽ വേണമെങ്കിൽ ഇമിറ്റേറ്റ് ചെയ്യാം. ഇപ്പോൾ പുള്ളി പറയും, വളരെ ചെറുപ്പത്തിൽ ചെറിയൊരു കുടുംബമായിരുന്നു ഞങ്ങളുടേത്. ഞാനും എൻ്റെ അനിയത്തിയും ഒക്കെ ചേരുന്നൊരു ചെറിയ കുടുംബം. ഞങ്ങളുടെ അമ്മയ്ക്ക് വസൂരിദീനം പിടിപെട്ടു. അന്നൊക്കെ വസൂരിദീനം വന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ള ആളുകളുടെ കൂടെ താമസിപ്പിക്കാതെ വളരെ ദൂരെ ഒരു സ്ഥലത്ത് മാറ്റി ഒരു ചെറിയ കുടിൽ കെട്ടി അവിടെ ഈ ദീനം വന്നവരെ താമസിപ്പിക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഒരു ദിവസം ഞങ്ങൾ അച്ഛനോട് ചോദിച്ചു, അമ്മ എവിടെ എന്ന്. അപ്പോൾ അച്ഛൻ ഞങ്ങളെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോയിട്ട് ദൂരെ ഒരു കുടിൽ കാണിച്ചു തന്നു. അത് പാടത്തിന് നടുക്ക് കെട്ടിയ ഒരു ചെറിയ കുടിൽ. അമ്മ ഇങ്ങനെ അതിനകത്താണ്. ഞാനും അനിയത്തിയുമൊക്കെ ഇങ്ങനെ നോക്കുകയാണ്. ഒരു പക്ഷേ അതിനകത്ത് നിന്ന് അമ്മ ഞങ്ങളെ നോക്കുന്നുണ്ടാവാം. കുറേ നാൾ കഴിഞ്ഞപ്പോൾ, 3 മാസം കഴിഞ്ഞ് കാണും, ഈ വസൂരിദീനം വന്ന് പിടിപെട്ട് ദീനം മാറാതിരിക്കുന്നവരെ മരിച്ചു കഴിഞ്ഞാൽ കുടിലോടുകൂടി കത്തിക്കുകയാണ് പതിവ്. ഒരു ദിവസം
ഞാൻ ചെല്ലുമ്പോൾ, അല്ലെങ്കിൽ അച്ഛൻ എന്നെയും പെങ്ങളെയും ഒക്കെ വിളിച്ച് അവിടെ ചെല്ലുമ്പോൾ ഈ കുടില് കത്തുകയാണ്. രാത്രി തിരികെ വന്ന് കിടന്ന് ഞാനും അനിയത്തിയും ഒക്കെ മനമുരുകി പ്രാർത്ഥിച്ചു, ഞങ്ങളുടെ അമ്മയ്ക്ക് വന്ന അസുഖം മറ്റാർക്കും വരരുതേ എന്ന്. പക്ഷേ 1 മാസം കഴിഞ്ഞപ്പോൾ അച്ഛനും വസൂരി രോഗം പിടിപെട്ടു. അച്ഛനും ഇതേപോലെ മാറി താമസിക്കേണ്ടി വരുന്നൊരു കാലഘട്ടത്തിൽ ഞങ്ങൾ അന്ന് പ്രാർത്ഥിച്ച ഒരു ദൈവങ്ങളും ഞങ്ങളുടെ കൂടെ നിന്നില്ല. അന്ന് പ്രാർത്ഥിച്ചിട്ട് അച്ഛനെയും അമ്മയെയും വസൂരിദീനം പിടിപെടാതെ നോക്കാതിരുന്ന ദൈവങ്ങളെ പിന്നീട് ഒരിക്കലും ജീവിതത്തിൽ പ്രാർത്ഥിച്ചിട്ടേയില്ല. അങ്ങനെയാണ് ഞാൻ ദൈവവിശ്വാസമില്ലാത്തവനായത്. എന്തൊരു അനുഭവമാണ്. ഞാൻ എക്സാക്റ്റ് അല്ല പറഞ്ഞത്, പക്ഷേ എന്നാൽ പോലും പുള്ളി ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞാണ്, നമുക്കത് ഫീൽ ചെയ്യും ഭയങ്കരമായിട്ട്. പുള്ളി പറഞ്ഞത് ഞാനൊക്കെ ഇതിനൊരു ചെറിയ വേർഷൻ പറഞ്ഞിട്ടുള്ളൂ, പക്ഷേ ഞാൻ ചില സ്റ്റേജുകളിൽ ഇത് പറയാറുണ്ട്. അത്രയും നല്ല ക്ലോസ്ഡ് ഓഡിയൻസിൽ നമുക്കിത് പറഞ്ഞാൽ ഏൽക്കും എന്ന് തോന്നുന്ന ചില സ്ഥലങ്ങളിൽ ഇത് പറയും. കൈയടിക്കല്ല ആൾക്കാർ ചെയ്യുന്നത്, കൈയടിയല്ല വേണ്ടേ. പക്ഷെ പുള്ളിയുടെ ഒരു കാര്യം ഇത്രയും എനിക്ക് തോന്നുന്നത് മലയാളത്തിൽ അല്ലെങ്കിൽ കേരളത്തിൽ ഇത്രയും ഇമോഷണലി അല്ലെങ്കിൽ സാധാരണക്കാരുമായി ഇത്രയും സംവദിച്ചൊരു നല്ല കമ്മ്യൂണിസ്റ്റ് VS-നെ പോലത്തെ ഒരാളുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇന്നും അന്നും എന്നും അത്രയും കണ്ണേ കേരളേ VS എന്ന് പറയുന്നതിന് അതിനകത്ത് വേറൊന്നും പറയാനില്ല. അത് തന്നെയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു സമരജീവിതം തന്നെ വ്യക്തമാണ്. ഞങ്ങളുടെ റോസാപ്പൂവാണ്. എനിക്ക് ഭയങ്കര ഒരുപക്ഷെ മനസ്സിൽ ഹൃദയത്തിൽ ഇങ്ങനെ ഇപ്പോഴും ഇങ്ങനെ നെഞ്ചിൽ കൊണ്ടു നടക്കുന്നൊരു ആള് VS ആണ്.